വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് മനസ്സിനെ കുറിച്ചാണ്. ഈ കാലഘട്ടം മറ്റു കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ്. കാരണം ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കാൻ മറ്റൊരു മനസ്സ് നമ്മോടൊപ്പം ചേരുന്നു. അതാണ് ബോധമനസ്സും ഉപബോധ മനസ്സും. ബോധമനസ്സ് നാം ചെയ്യുന്നത് സത്യസന്ധമാണെങ്കിൽ ഉപബോധ മനസ്സിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ രണ്ട് മനസ്സിനെ ഒന്നാക്കി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ കാര്യം. ഉപബോധ മനസ്സിൻ്റെ പ്രേരണയാലാണ് പല കുറ്റകൃത്യങ്ങളും ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്. മായയുടെ അതിപ്രസരണം ഇതിന് പ്രധാന കാരണമാവും. ഈ കാലഘട്ടത്തിൽ നിസ്സാരമായ ഒരു കാരണങ്ങളെ കൊണ്ട് കൊലപാതകം വരെ സംഭവിക്കുന്ന അവസ്ഥയുണ്ട്. എന്താണ് ഇതിന് കാരണം? പ്രധാനമായിട്ടും മനസ്സു തന്നെ. നമ്മുടെ ചിന്തയിൽ മറ്റു പലതും കടന്നുകൂടുന്ന അവസ്ഥയാണ് രണ്ട് മനസ്സ് ഉണ്ടായാൽ ഏതൊരു മനുഷ്യനും ഉണ്ടാവുക. കാരണം പ്രേരിതമാവുക. മറ്റൊരു മനസ്സ് നമ്മളെ പ്രേരിപ്പിച്ച് ഏക മനസ്സല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴുണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ചെറിയ നിസ്സാര കാര്യങ്ങളിൽ പോലും വലിയ വലിയ കുറ്റങ്ങളിലേക്ക് നാം ഒഴുതി വീഴുന്നത്. സഹനശക്തി ഇല്ലായ്മയും എടുത്തുചാട്ടവും ഇതിന് മുഖ്യ കാരണമാണ്. അതിന് കാരണം തന്നെ ഈ പറഞ്ഞ രണ്ടാമത്തെ മനസ്സാണ്. പ്രേരിത മനസ്സ് മൂലം സംഭവിക്കുന്ന വലിയ വലിയ ദുരന്തങ്ങൾ നിസ്സാരമല്ല. ചെയ്തു കഴിഞ്ഞതിന് ശേഷം പാശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. എപ്പോഴും മനസ്സ് ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കണം നാം ജീവിക്കുന്നത്. സത്യം വദ ധർമ്മം ചര എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാം ഏകാഗ്രതയോടെയും മറ്റൊരു കാര്യം ചെയ്യുമ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നാം വളരെയേറെ ചിന്തിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. എടുത്തുചാട്ടത്തിലൂടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. മനസ്സിനെ ശാന്തമാക്കാൻ യോഗയിലൂടെയോ ധ്യാനത്തിലൂടെയോ നമുക്ക് സാധിക്കുന്നതാണ്.